കോൺഗ്രസ് പാർട്ടിക്ക് കേരള രാഷ്ട്രീയത്തിൽ മാറ്റി നിർത്താൻ കഴിയാത്ത ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ്. കേരളത്തിൽ UDFിൻ്റെ പ്രധാന കരുത്തും ലീഗ് തന്നെയാണ്. 10 വർഷമായി അധികാരമില്ലാതെ ഇരിക്കുന്ന UDFിനെ സംബന്ധിച്ച 2026 തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് തന്നെ നിലവിലെ ഭരണമാറ്റത്തിൻ്റെ കൂടെ മലബാർ മേഖലയിലടക്കം സ്വാധീനമുള്ള ലീഗിന് അവർ ആവശ്യപ്പെടുന്ന പരിഗണന നൽകേണ്ടത് വളരെ പ്രധാനമാണ്. ലീഗിനും അത് ബോധ്യമുള്ളത് കൊണ്ട് തന്നെ തന്ത്രപരമായ ചില നീക്കങ്ങൾ ലീഗിൻ്റെ അണിയറയിൽ നടക്കുന്നുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാൻ ഒരുങ്ങി മുസ്ലിം ലീഗ് രംഗത്തെത്തിയിരിക്കുകയാണ്. പുതിയതായി 4 സീറ്റുകൾ അധികം ആവശ്യപ്പെടാനാണ് നീക്കം. വടക്കൻ ജില്ലകളിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനാണ് മുസ്ലിം ലീഗിൻ്റെ നീക്കം. കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കൂടുതൽ സീറ്റുകൾ വേണമെന്ന നിലപാടിലാണ് ലീഗ്. കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിയോ നാദാപുരമോ വേണമെന്ന നിലപാടിലാണ് ലീഗ് നേതൃത്വം. വയനാട് ജില്ലയിൽ കൽപ്പറ്റ സീറ്റാണ് ലീഗ് കണ്ടുവയ്ക്കുന്നത്. ഒത്തുതീർപ്പ് എന്ന നിലയിൽ സംവരണ മണ്ഡലമായ മാനന്തവാടിയും ലീഗ് ആവശ്യപ്പെട്ടേക്കും. കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി വിട്ടുകൊടുത്ത് പകരം തവനൂരോ പട്ടാമ്പിയോ ലഭിക്കണമെന്നതാണ് ലീഗിന്റെ നിലപാട്. ഇതിനിടെ വടക്കൻ കേരളത്തിന് പുറത്തേക്ക് സ്വാധീനം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ തെക്കൻ കേരളത്തിലെ ഏതെങ്കിലും സീറ്റ് ലീഗ് ആവശ്യപ്പെട്ടേക്കാം. ഇതിനിടെ ലീഗ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുമെന്നതിനെ പരോക്ഷമായി ശരിവെക്കുന്ന പ്രതികരണമാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം നടത്തിയത്. കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ എല്ലാ കക്ഷികൾക്കും താല്പര്യമുണ്ടാകുമെന്ന് PMA സലാം പ്രതികരിച്ചിരുന്നു. എന്നാൽ UDFിലെ ചർച്ചകൾക്ക് ശേഷമേ പറയാനാകൂ എന്നും സീറ്റുകൾ എങ്ങനെ പങ്കുവയ്ക്കണമെന്ന് UDFിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നുമായിരുന്നു PMA സലാമിൻ്റെ പ്രതികരണം. UDFിൽ നിന്ന് അനുവദിക്കുന്ന മുഴുവൻ സീറ്റിലും മുസ്ലിം ലീഗ് മത്സരിക്കുമെന്നും UDFിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുവാൻ ലീഗ് അതിൻ്റെ എല്ലാ കഴിവും വിനിയോഗിക്കുമെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കൂട്ടിച്ചേർത്തു. ലീഗിന് കൃത്യമായ പ്രാധാന്യം തെരഞ്ഞെടുപ്പിൽ ലഭിക്കാതെ വന്നാൽ തീർച്ചയായും 3ാം തവണ തുടർഭരണത്തിനായി കാത്തിരിക്കുന്ന ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ലീഗുമായുള്ള ഒരു ബന്ധം തുടങ്ങുവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഇടതിനോട് അനുഭാവം ഇതിനു മുൻപ് ലീഗ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. 2026 BJP പിടിക്കുന്ന വോട്ടും ലീഗിന്റെ പിന്തുണയും ഇടതിന് സാധ്യത വർദ്ധിപ്പിക്കും എന്ന ബോധ്യമുള്ള കോൺഗ്രസ് മറ്റ് ഘടകകക്ഷികളുടെ അഭിപ്രായങ്ങൾ കൂടി മാനിച്ച് ലീഗുമായി ചേരുമോ ഇല്ലയോ, അതോ ലീഗിന്റെ ആവശ്യങ്ങൾ അക്ഷരം പ്രതി അനുസരിച്ച് എന്ത് തീരുമാനങ്ങളൊക്കെയാണ് എടുക്കാൻ പോവുക എന്നത് ഇനി കണ്ടറിയേണ്ടത് തന്നെയാണ്.